നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കേട്ടറ്റ് എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും അതേപോലെ അപ്ലിക്കേഷൻ ലെവലിലും വരുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിച്ചാലോ. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് നമ്മൾ പഠിക്കണം. അതേപോലെ ഏതൊക്കെ ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് എക്സാമിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഡിഫൻസ് മെക്കാനിസം, നമ്മളൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഡിഫൻസ് മെക്കാനിസം? അപ്പോൾ ഡെഫിനിഷൻ പറയുന്നത് എന്താ? certain pattern or behavior that is employed for protection against threat and anxiety. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആൻസൈറ്റി വന്നു. അപ്പൊ ആ ആൻസൈറ്റിയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ചില മെക്കാനിസംസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. ഇനി ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ? ഒരിക്കലും അല്ല. ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ടു പ്രൊട്ടക്ട് ഫ്രം എ സൈക്കോളജിക്കൽ പ്രോബ്ലം. ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ത്രെട്ട് നമുക്ക് ഉണ്ടായി, ആ ത്രെട്ടിൽ നിന്ന് ടെമ്പററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് രക്ഷപ്പെടാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആൻസൈറ്റി ഓർ ത്രെട്ട് ആണ്, അതും ടെമ്പററി സൊല്യൂഷൻ ആണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണോ? അല്ല. എനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ അൺകോൺഷ്യസ് മെത്തേഡ് ഫോർ മിനിമൈസിങ് ആൻസൈറ്റി ബൈ ഡിനൈയിങ് ഓർ ഡിസ്റ്റോർട്ടിങ് റിയാലിറ്റി. അത് ഓർത്തു വെക്കണം. ഒന്നുകിൽ നമ്മൾ റിയാലിറ്റി ശരിക്കും എന്താണോ നടക്കുന്നത് അതല്ല എന്നുള്ളത് ഡിനൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ വളച്ചൊടിക്കും, നമുക്ക് വേണ്ട രീതിയിലാക്കും. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും 8 തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് പുറമേ ഉണ്ട് മെയിൻ ആയിട്ടുള്ള 8 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെയാണ് റിപ്രഷൻ. ഒന്നാമത്തെ ഡിഫൻസ് മെക്കാനിസം ആണെന്ത്? റിപ്രഷൻ. ഇതിനെ മലയാളത്തിൽ നമ്മൾ ദമനം എന്നും പറയും. ദമനം. മലയാളത്തിൽ എക്സാം എഴുതുന്നവര് അല്ലെങ്കിൽ മലയാളത്തിൽ പഠിക്കുന്നവര് ആ വാക്കൊന്ന് ഓർത്ത് വെക്കുക, ദമനം. ഓക്കെ. അപ്പൊ ദമനം എന്ന് പറയുമ്പോൾ എന്താ റിപ്രഷൻ? ആ ജസ്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് റിപ്രഷൻ എന്നുള്ള ടേം പഠിക്കുക, അതിന്റെ കൂടെ തന്നെ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ റിപ്രഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കടുത്ത വേദന ഉണ്ടായി, എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പൊ എനിക്കറിയാം ഇന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ കാര്യങ്ങളെ ഞാൻ അടിച്ചമർത്തി വെക്കും. എന്റെ എന്താ പറയാ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കും. അപ്പൊ നമ്മുടെ ചില തോന്നലുകൾ നമുക്ക് സങ്കടം ഉണ്ടാക്കും, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കും എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അതിനെ അടിച്ചമർത്തുന്നതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? റിപ്രഷൻ അല്ലെങ്കിൽ ദമനം എന്ന് പറയുന്നത്. ഇതൊരു ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കും. അപ്പൊ ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് എന്റെ ബോയ് ഫ്രണ്ടിന്റെ എന്താ പറയാ, ഞങ്ങൾ പോയ സ്ഥലങ്ങള് അല്ലെങ്കിൽ ചില പാട്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ എനിക്കറിയാം ഞാൻ സങ്കടം കൊണ്ടിരുന്നാല് മൊത്തം കാര്യം കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പൊ ഈ പറഞ്ഞ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സങ്കടം വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും? അടിച്ചമർത്തി വെച്ചിട്ട് അതൊക്കെ അങ്ങ് താഴേക്ക് കൊണ്ടുവച്ച് തള്ളും. എന്നിട്ട് ഞാൻ മൂവ് ഓൺ ആവും. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ത്? റിപ്രഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ദമനം എന്നും പറയും. ഇനി അടുത്തതാണ് റിഗ്രഷൻ. പേരിൽ ഒരേപോലെ ഉണ്ടാവും, അതേപോലെ തന്നെ എക്സാമിന് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഓപ്ഷനിൽ റിപ്രഷൻ ഉണ്ടാവും, റിഗ്രഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ വെച്ച് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ. റിഗ്രഷൻ എന്ന് വെച്ചാല് നമ്മള് റിഗ്രഷൻ പറയുകയാണെങ്കിൽ, പണ്ട് എനിക്ക് കുറച്ചധികം എന്താ പറയാ അക്സെപ്റ്റൻസും അല്ലെങ്കിൽ കുറച്ചധികം റെസ്പെക്റ്റും ആൾക്കാരുടെ അടുത്ത് എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ എനിക്ക് അത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി പണ്ടുള്ള ഞാനാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടും.
അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, എന്റെ പാസ്റ്റിലേക്ക് പോവുക, തിരിച്ചു പോവുക. എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ബിഹേവിയർ വീണ്ടും കൊണ്ടുവരിക. അതിനെയാണ് എന്ത് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് വീട്ടില് രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായി എന്ന് വിചാരിക്കും. ഇപ്പൊ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്കും എന്തായിരിക്കും, ഇളയ കുട്ടീനോടായിരിക്കും കുറച്ചുകൂടെ സ്നേഹം ഉണ്ടാവുക, അല്ലെ? അതിനെയായിരിക്കും കുറച്ചുകൂടെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മൂത്ത കുട്ടിക്ക് എന്ത് ചെയ്യും, അവിടെ ജലസി വർക്കാവും, അല്ലെ? സോ മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നു, അത് ചെറിയ പ്രായത്തിൽ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ബിഹേവിയറിലേക്ക് ആ മൂത്ത കുട്ടി തിരിച്ചു പോവാണ്. എന്തിനു വേണ്ടിയിട്ടാ, കൂടുതൽ അക്സെപ്റ്റൻസും അല്ലെങ്കിൽ പാരന്റ്സിന്റെ കെയറും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് തിരിച്ചു പോകുന്നു. ഓക്കെ, ആ ബിഹേവിയറൽ റിവേഴ്സൽ ആണ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ചില കുട്ടികൾ വലുതായാലും ഈ കിടക്കയിലൊക്കെ മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ടാവും. അതെന്തുകൊണ്ടാ, അതിന് ഒരു കാരണം ഈ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം ആണ്. ഏത് ഡിഫൻസ് മെക്കാനിസം, റിഗ്രഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ടേം നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. റിപ്രഷൻ പറഞ്ഞു, അതേപോലെ തന്നെ റിഗ്രഷൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാണ് റാഷണലൈസേഷൻ. ഇതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് റാഷണലൈസേഷൻ എന്ന് വെച്ചാൽ. ഇതിനെ നമ്മൾ മലയാളത്തിൽ യുക്തീകരണം എന്ന് പറയും. യുക്തീകരണം. റിഗ്രഷനെ നമ്മൾ പശ്ചാത്ഗമനം എന്നാ പറയാം. പശ്ചാത്ഗമനം ആ പേരിൽ തന്നെ ഉണ്ട്. പശ്ചാത്ത് എന്ന് വെച്ചാൽ പുറകോട്ട് പോവുക, പുറകോട്ടേക്ക് പോകുന്നതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറഞ്ഞത്. റാഷണലൈസേഷൻ എന്ന് വെച്ചാൽ യുക്തീകരണം. ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു, എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചാൽ അതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ യുക്തി വെച്ചിട്ട് അത് എന്താ പറയാ, കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ തന്നെ അത് വെച്ചിട്ട് സമാധാനിപ്പിക്കും. അതിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ പരീക്ഷയിൽ തോറ്റു, കേട്ടറ്റ് എക്സാമിന് ഞാൻ തോറ്റു. അപ്പൊ നമ്മൾ എന്ത് പറയും, എക്സാം ഭയങ്കര ടഫായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്, അല്ലാതെ ഞാൻ പഠിക്കാത്തോണ്ടല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ലല്ലോ. എക്സാം ടഫായിരുന്നു, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എനിക്ക് എന്താ പറയാ, ഉച്ചയ്ക്കായിരുന്നു എക്സാം, അപ്പൊ നല്ല വെയിൽ കൊണ്ട് എനിക്ക് തലവേദന വന്നു. ഇതൊക്കെയായിരിക്കും നമ്മൾ കാരണങ്ങളായിട്ട് പറയാം. അപ്പൊ നമ്മുടെ തോൽവി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ അധികം കാരണങ്ങള്, യുക്തികൾ കണ്ടെത്തുന്നു. സോ അങ്ങനെ യുക്തികൾ കണ്ടെത്തിയിട്ട് ആ എക്സാം തോക്കുന്ന ആ ഒരു സങ്കടത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ എന്ത് ചെയ്യാണ്, മറികടക്കാൻ ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണേ, എന്താണ് റാഷണലൈസേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു ഫെയിലിയറിനെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ മറികടക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത യുക്തികൾ പ്രയോഗിക്കുന്നു. പരീക്ഷയിൽ തോക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. ഇനി ഇവിടെ കൺഫ്യൂഷൻ വരുന്ന വേറൊരു കാര്യമാണ് പ്രൊജക്ഷൻ. ഇത് വേറെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ മലയാളത്തിൽ പ്രക്ഷേപണം എന്ന് പറയും. പ്രക്ഷേപണം. എന്താ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ, റാഷണലൈസേഷൻ പോലെ തന്നെയാണ്, അതുകൊണ്ട് കൺഫ്യൂസ് ആവരുത്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പരീക്ഷയിൽ തോറ്റു, പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്താ പറയുന്നത്, പരീക്ഷ ടഫ് ആയതുകൊണ്ട് ഞാൻ തോറ്റതല്ല, പകരം ആ ടീച്ചർ എനിക്ക് മാർക്ക് തന്നില്ല, അത് അയാളുടെ കുറ്റമാണ്. പരീക്ഷ ടഫ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഞാൻ തോറ്റത് എന്തുകൊണ്ടാ, ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ല, ടീച്ചർ എനിക്ക് മാർക്ക് തന്നില്ല. അങ്ങനെ നമ്മൾ പല കാരണങ്ങളും നിരത്തും. സോ ഇത്തരം കാരണങ്ങൾ നിരത്തുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോരായ്മ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ആൾക്കാരുടെ മേല് കുറ്റം ചുമത്തും. അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിത് പറ്റിയത്, അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. അങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൊജക്ഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് പറയും. ആ ഒരു ഉദാഹരണം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ദെൻ അടുത്തതാണ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷന് നമ്മൾ താദാത്മീകരണം എന്ന് പറയും. താദാത്മീകരണം. അപ്പൊ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കൊരു കാര്യം സാധിച്ചില്ല, എന്നെ കൊണ്ട്
ഇപ്പൊ എനിക്ക് എന്താ പറയാ സിനിമയിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായി, പക്ഷെ എന്നെ കൊണ്ട് അത് സാധിച്ചില്ല, എന്നെ കൊണ്ട് അത് സാധിക്കില്ല. അപ്പൊ ആ ഒരു ആഗ്രഹം എനിക്ക് നടന്നില്ല, പക്ഷെ എന്ത് ചെയ്തു, എൻ്റെ ഒരു സുഹൃത്തിന് നടന്നു. അപ്പൊ അവരുടെ വിജയം നമ്മൾ എന്തായിട്ട് നമ്മുടെ സ്വന്തം വിജയമായിട്ട് കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്നെ കൊണ്ടോ നടന്നില്ല, പക്ഷെ അവർക്ക് കിട്ടി. ആ കിട്ടിയതിൽ എനിക്ക് എന്തുണ്ട്, സന്തോഷമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, താദാത്മീകരണം. ഇപ്പൊ ചില പാരന്റ്സ് ഒക്കെ പറയും, എനിക്ക് പണ്ട് IAS ആവാനായിരുന്നു താല്പര്യം, ഭയങ്കര കലക്ടറൊക്കെ ആവാനായിരുന്നു താല്പര്യം, പക്ഷെ എന്നെ കൊണ്ട് അത് നടന്നില്ല, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് അത് നടത്തിക്കണം എന്ന് പറയും. അത് ഒരു ടൈപ്പ് എന്താണ്, ഡിഫൻസ് മെക്കാനിസം ആണ്. എന്നെ കൊണ്ട് നടന്നില്ല, പകരം എൻ്റെ മക്കൾ ആ ഒരു ലെവലിൽ എത്തിയിട്ട് ആ ഒരു സന്തോഷം എനിക്ക് കിട്ടണം എന്ന് പറയുന്നതാണ് എന്ത്, താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഇനി അടുത്തതാണ് സബ്ലിമേഷൻ. ഈ ഐഡന്റിഫിക്കേഷനും സബ്ലിമേഷനും രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ ഐഡന്റിഫിക്കേഷൻ എന്താന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി സബ്ലിമേഷൻ പറയാം. സബ്ലിമേഷനെ നമ്മൾ ഉദാത്തീകരണം എന്ന് പറയും. ഉദാത്തീകരണം എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ എല്ലാ തോന്നൽ, എൻ്റെ എല്ലാ തോന്നലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വെട്ടി തുറന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. ചിലപ്പോ എനിക്ക് ഒരാളുടെ തലയടിച്ച് പൊട്ടിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് അയാളെ അങ്ങ് കൊന്നു കളയാൻ തോന്നും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. ഉണ്ടോ? അപ്പൊ എനിക്കത് മനസ്സിലായി, എന്റെ സൊസൈറ്റി, ഞാൻ ഉൾപ്പെടുന്ന സൊസൈറ്റി ഇത്തരം കാര്യങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ആണെന്ത്, സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ തോട്ട്സ്, നമ്മുടെ അഗ്രഷൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വേയിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരാളെ എന്താ പറയാ, അയാൾ എന്നോട് സംസാരിച്ച രീതിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്തു, അയാളടുത്ത് ഭയങ്കര ദേഷ്യം വന്നു, അയാൾക്ക് ഒന്ന് കൊടുക്കാൻ തോന്നി, അല്ലെങ്കിൽ അയാളെ വെടിവെച്ച് കൊല്ലാൻ തോന്നി. അത്ര ദേഷ്യം എനിക്ക് വന്നു. അപ്പൊ എനിക്കറിയാം അയാളെ വെടിവെച്ച് കൊല്ലുന്നതും പോസിബിൾ അല്ല, അല്ലെങ്കിൽ അയാളെ അടിച്ചിതാക്കുന്നതും പോസിബിൾ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു എനർജിയെ ഞാൻ വല്ല ഗെയിം ഒക്കെ കളിച്ചിട്ട്, ഇപ്പൊ ഒരു PUBG കളിച്ചിട്ട് രണ്ടാളെ കൊന്നിട്ട് ഞാൻ ആ ഒരു ക്ഷീണം തീർക്കുന്നു. അത്തരം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, താദാത്മീകരണം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പല മ്യൂസീഷ്യൻസും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്കുള്ള പല ഇതുപോലുള്ള സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സ്, കാര്യങ്ങള് അവരെന്ത് ചെയ്യുന്നു, നല്ല രീതിയിലേക്ക് അതിനെ വഴിതിരിച്ചു വിടുന്നു. അവരുടെ വർക്കായിട്ടും ആർട്ട് ഫോം ആയിട്ടും ഒക്കെ അത് എന്ത് ചെയ്യുന്നു, പുറത്തു വരുന്നു. സ്പോർട്സിന്റെ ആൾക്കാർ അവരുടെ പല എന്താ പറയാ ഇതുപോലുള്ള തോന്നലുകളെ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ബിഹേവിയറിനെ അവരുടെ സക്സസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചാനലൈസ് ചെയ്യും. സോ ആ രീതിയിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ത്, സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് കോമ്പൻസേഷൻ. കോമ്പൻസേഷന് നമ്മൾ അനുപൂരണം എന്നാണ് പറയാ. അനുപൂരണം എന്താ കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി പഠനത്തിൽ ഭയങ്കര ബാക്കോട്ടാണ്, പഠിച്ചാലൊന്നും അതിന്റെ തലയിലോട്ട് കേറുന്നില്ല. ആ കുട്ടീനും പറയാൻ പറ്റില്ല. അപ്പൊ പക്ഷെ ഇതേ കുട്ടി തന്നെ എന്ത് ചെയ്യും, ഒരു സ്പോർട്സ് ഫെസ്റ്റ് വന്നാൽ അതായിരിക്കും ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ ഫസ്റ്റ്, അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ, കലാമേള വന്നു കഴിഞ്ഞാൽ പാട്ടിനും ഡാൻസിനും എല്ലാം ഈ കുട്ടി മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഒരു മേഖലയിൽ നമ്മൾ പിന്നോട്ടാണെങ്കിൽ അതിന്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, മറ്റുള്ള മേഖലകളിൽ വിജയം കണ്ടെത്തിയിട്ട് നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ അഥവാ അനുപൂരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു മെക്കാനിസം ആണ് അഗ്രഷൻ. ആ പേരിൽ തന്നെയുണ്ട്. ചില ആൾക്കാർ ഭയങ്കര അഗ്രസീവ് ആണെന്ന് നമ്മൾ പറയും. എന്താ, അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നമ്മളെ അങ്ങ് ആക്രമിക്കും. ഇപ്പോ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ ഒരു അടുത്തിരിക്കുന്ന കുട്ടി എന്റെ നോട്ട്ബുക്കിൽ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു, ഒരു ചെറിയൊരു വര വരഞ്ഞു, എനിക്കത് ഭയങ്കര ദേഷ്യം ഉണ്ടായി, ഞാൻ അവന്റെ മൂക്കിടിച്ചു പൊളിച്ചു.
അപ്പൊ അതെന്താണ്? എൻ്റെ ഒരു അഗ്രസീവ് ബിഹേവിയർ ആണ്. ആ ചെറിയൊരു എന്താ പറയാ ഒരു ആങ്സൈറ്റി, ഒരു ത്രെട്ട് എനിക്ക് ഉണ്ടായ സമയത്ത് ആ ത്രെട്ട് ഉണ്ടായ സോഴ്സിനെ തന്നെ, ആരാണോ എനിക്ക് ത്രെട്ട് ഉണ്ടാക്കിയത് അവരെ തന്നെ ഞാൻ എന്ത് ചെയ്തു? അങ്ങ് ഡിസ്ട്രോയ് ചെയ്തു. ആ ടൈപ്പ് ഓഫ് ബിഹേവിയറിനെയാണ് നമ്മൾ അഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പുറമെ നമുക്ക് വേറൊരു ഡിഫൻസ് മെക്കാനിസം കൂടെ പറയാൻ പറ്റും. അതാണ് വിഡ്രോവൽ. വിഡ്രോവൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പേരിൽ തന്നെയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നൊക്കെ ഉള്ളുവലിഞ്ഞിട്ട് അങ്ങ് നിൽക്കും. ഇപ്പൊ ക്ലാസ്സിൽ ഒരു ക്ലാസ് ടെസ്റ്റ് വെച്ചു. അപ്പൊ ക്ലാസ് ടെസ്റ്റിൽ ഞാൻ തോറ്റാലോ, ആ ഒരു പേടി കാരണം ഞാൻ എന്ത് ചെയ്യുന്നു? അന്ന് സ്കൂളിൽ പോയില്ല, അന്ന് ഞാൻ ലീവാക്കി. അതെന്താണ്? ഒരു വിഡ്രോവൽ ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾ എന്നെ എന്താക്കുക? ഉൾവലിയ അല്ലെങ്കിൽ പിൻവലിയ എന്നൊക്കെ പറയും. അപ്പൊ ആ ടൈപ്പിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ത്? വിഡ്രോവൽ. അതും നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് നമ്മൾ 9 ഡിഫൻസ് മെക്കാനിസംസ് ആണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്രഷൻ, റിഗ്രഷൻ, ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. അതേപോലെ തന്നെ റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ദെൻ ഐഡന്റിഫിക്കേഷൻ, സബ്ലിമേഷൻ. ബാക്കിയുള്ളത് നമുക്ക് അറിയുന്നത് പേരിൽ തന്നെയുണ്ട്. കോമ്പൻസേഷൻ എന്താണെന്ന് അറിയാം, അഗ്രഷൻ എന്താണെന്ന് അറിയാം, വിഡ്രോവൽ എന്താണെന്ന് അറിയാം. അപ്പൊ ഇത്രയും ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആദ്യത്തെ രണ്ടെണ്ണം, റിഗ്രഷൻ അതേപോലെ തന്നെ റിപ്രഷൻ. ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ റാഷണലൈസേഷനും പ്രൊജക്ഷനും എന്താന്നുള്ളതും അതിന്റെ എക്സാമ്പിളും നിങ്ങൾ ഓർത്തു വെച്ചാൽ ഒരു കാലത്തും നിങ്ങൾക്ക് ഇത് മറന്നുപോവില്ല. പിന്നെ ഐഡന്റിഫിക്കേഷൻ, സബ്ലിമേഷൻ, ഈ 6 എണ്ണമാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ആ പേരിൽ തന്നെയുണ്ട്. കോമ്പൻസേഷൻ എന്താന്ന് നമുക്കറിയാലോ, അഗ്രഷൻ എന്താണെന്ന് അറിയാം, വിഡ്രോവൽ എന്താണെന്ന് അറിയാം. അപ്പൊ ആ പേരിൽ തന്നെ ആ കാര്യങ്ങൾ ഉണ്ട്. ബാക്കിയുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് ചോദിച്ചാൽ 2 തരത്തിലാണ്. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരും, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് എന്നിട്ട് ABCD 4 ഓപ്ഷൻ തരും. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്ന സമയത്ത് ഒരു കുട്ടി, ആ കുട്ടി ക്ലാസ്സിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി, പക്ഷെ എന്താ പറയാ നല്ലൊരു ഡാൻസർ ആണ്, ഡാൻസിൽ അത് ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി കാണിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ പറയണം. അപ്പൊ 4 ഓപ്ഷൻസ് തരും. ഏതാണ് ഡിഫൻസ് മെക്കാനിസം? കോമ്പൻസേഷൻ ആണ്. അത് പഠനത്തിലുള്ള അതിന്റെ പോരായ്മയെ ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഡാൻസിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നു. സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നോട്ട്സ് എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.